38 വർഷങ്ങൾക്ക് ശേഷം ഒരു മാർപ്പാപ്പ തങ്ങളുടെ രാജ്യം സന്ദർശിക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് സിംഗപ്പൂരിലെ വിശ്വാസികൾ. സെപ്റ്റംബർ 11 മുതൽ 13 വരെ നടക്കുന്ന പാപ്പായുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ആലേഖനം ചെയ്ത ബാഗുകളും ടീഷർട്ടുകളും മറ്റു വസ്തുക്കളും വിൽക്കുന്ന സിംഗപ്പൂർ അതിരൂപതയുടെ കീഴിലുള്ള സ്റ്റോറുകളിലെ ഉൽപ്പന്നങ്ങൾ ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത്. പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശനത്തെ വിശ്വാസി സമൂഹം പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും പല സ്റ്റോറുകളിലും വലിയ തിരക്ക് രൂപപ്പെടുന്നുണ്ടെന്നും ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ലിലിയൻ കോങ് പറഞ്ഞു. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പാപ്പായുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്കായാണ് ചെലവഴിക്കുന്നതെന്നും അവർ പറഞ്ഞു. ആളുകൾക്ക് ഓൺലൈൻ വഴിയായും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും കോങ് പറയുന്നു. വത്തിക്കാൻ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉൽപ്പന്നങ്ങളിൽ പാപ്പായുടെ പേരും ചിത്രവും അതുപോലെ തന്നെ ആലേഖനം ചെയ്തിട്ടില്ല. എന്നാൽ പാപ്പായുമായി സാമ്യമുള്ള വാക്കുകൾ ബന്ധപ്പെടുത്തി കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അവ നിർമ്മിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ജോൺ പോൾ രണ്ടാമന് ശേഷം 38 വർഷങ്ങൾക്ക് ശേഷം സിംഗപ്പൂർ സന്ദർശിക്കുന്ന ഒരു മാർപ്പാപ്പയായി ഫ്രാൻസിസ് പാപ്പ ഈ സന്ദർശനം പൂർത്തിയാക്കുന്നതോടെ അറിയപ്പെടും. ഫ്രാൻസിസ് പാപ്പ രാജ്യത്തെ നാഷണൽ സ്റ്റേഡിയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ 55,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.